നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 37. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ശിശുപാല വധത്തെക്കുറിച്ചാണ്. അപ്പോൾ അർജുനനോട് എതിരിടാനായിട്ട് ശിശുപാലൻ ഒരു ആയുധവും എടുത്തുകൊണ്ട് തേരിൽ ചാടിക്കയറി. അപ്പോൾ ആ സമയം ഭഗവാന്റെ നീണ്ടിടംപെട്ട നീല നയനങ്ങൾ തീക്കട്ടകൾ പോലെ ചുവന്ന ഉജ്ജ്വലങ്ങളായി. കായാമ്പൂ നിറം കവർന്ന തിരുവുടൽ ആപാദമസ്തകം വിറച്ചു. 100 കോടി ഭാസ്കര പ്രഭ ആ ഭഗവൽ കയത്തിൽ നിന്നും ചിന്നിച്ചിതറി പ്രോജ്വലം കതിരൊളി വീശി. ആർക്കും നോക്കാൻ പാടില്ലാത്ത ദീപ്തിയും ആർക്കും ഗ്രഹിക്കാൻ കഴിവില്ലാത്ത പലതരം പരിവേഷങ്ങളോടുകൂടിയ അത്ഭുത ഭാവവ്യത്യാസങ്ങളും കണ്ട് കാണികൾ സംഭീതരായി അമ്പരന്നു. ഭഗവാന്റെ ഈ ഭാവ പകർച്ചകൾ കണ്ട് മാമുനിമാരും മഹാബ്രാഹ്മണരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി വിശ്വംഭരന്റെ വിശ്വരൂപം ദൃശ്യമാകുകയാണോ എന്ന് പോലും വസിഷ്ഠ നാരദാദി മുനികൾ സന്ദേഹിച്ചു. യുധിഷ്ഠിരൻ സംഭ്രമചിത്തനായി ഭീഷ്മരോട് ചോദിച്ചു, മുത്തച്ഛ, ഭഗവാനിൽ കാണുന്ന ഈ ഭാവവ്യത്യാസം എന്താണ്? കണ്ടിട്ട് ഭയമാകുന്നല്ലോ. അപ്പോൾ ശന്തനു നന്ദനൻ ശാന്തനായി പറഞ്ഞു, ധർമാത്മജ, ക്രോധവിവശനായപ്പോൾ ഭഗവാനുണ്ടായ ഒരു അവസ്ഥാവിശേഷമാണിത്. ധർമ്മ സംസ്ഥാപനാർത്ഥം ദേവകീ സൂനുവായി അവതരിച്ചിരിക്കുന്ന കൃഷ്ണൻ സാക്ഷാൽ വൈകുണ്ഠപതിയായ വിഷ്ണുവാണ്. അദ്ദേഹത്തിന്റെ രഹസ്യം ആർക്കും അറിഞ്ഞുകൂടാ. ബ്രഹ്മനായതും ശിവനായതും വിഷ്ണുവായതും ഇവൻ തന്നെയാണ്. പണ്ട് സനകാദി മുനികളുടെ ശാപഫലമായി വൈകുണ്ഠ ഗോപുര ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാർ 3 ജന്മം അസുരന്മാരായി ജനിച്ച് ഭഗവാന്റെ കയ്യാൽ മരണം പ്രാപിച്ച് മുക്തി അടയണമെന്നുള്ള ശാപത്തോടെ ഹിരണ്യകശിപുവായും രാവണ കുംഭകർണന്മാരായും പിറന്ന് ഭഗവാനാൽ വധിക്കപ്പെട്ടു. 3ാമത്തെ ജന്മത്തിൽ ശിശുപാല ദന്തവക്ത്രന്മാരായി അവരിപ്പോൾ പിറന്നിരിക്കുകയാണ്. തൃക്കൈ കൊണ്ട് വധിച്ച് അവർക്കും ഭഗവാൻ സായുജ്യം നൽകും. അങ്ങനെയുള്ള ശിശുപാലന്റെ നിധനത്തിനു വേണ്ടിയാണ് പുണ്യപുരുഷോത്തമൻ ഈ രൗദ്രഭാവം കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ദുർനിമിത്തങ്ങളും അവിടെ കാണപ്പെട്ടു. നാരദൻ പ്രേതനാഥ തനയന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യുധിഷ്ഠിര, ഭയപ്പെടേണ്ട. ഈ കാണുന്നവകളൊന്നും അങ്ങയുടെ യാഗത്തെ സംബന്ധിച്ചുള്ള ദുർനിമിത്തങ്ങളല്ല. ശിശുപാലനെ നന്ദാത്മജൻ ഇന്ന് വധിക്കും. അതിൻ്റെ ദുർലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അങ്ങയുടെ യാഗത്തെ ഇതൊന്നും ബാധിക്കുകയില്ല. അഗ്രപൂജയോടുകൂടി അത് അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വധവും യാഗവുമായി യാതൊരു ബന്ധവുമില്ല. വധം മൂലം യാഗത്തിന് ഭംഗവും വരികയില്ല. സമാധാനപ്പെടുക. എല്ലാം ഭഗവാന്റെ തിരുവുള്ളം പോലെ നടക്കട്ടെ. കൊണ്ടൽ നേർവർണ്ണന്റെ ചെന്തണ്ടാർ നയനങ്ങളിൽ നിന്നും പ്രോജ്വലിക്കുന്ന പ്രഭാധോരണിയും രൗദ്രങ്ങളായ ഭാവവ്യത്യാസങ്ങളും രൂപവൈവിധ്യങ്ങളും കണ്ട് ജനങ്ങൾ സംഭ്രാന്തരായി ഭഗവാന്റെ തിരുനാമങ്ങൾ വാഴ്ത്തി സ്തുതിച്ചു. മാമുനികളും ഭഗവാൻ ശാന്തനായി തീരുവാൻ പ്രാർത്ഥിച്ചു. ലോകനാഥ, ഈ രൂപം ഉപസംഹരിക്കണമേ എന്ന് ധർമ്മപുത്രർ അഞ്ജലിബദ്ധനായി നിന്ന് അപേക്ഷിച്ചു. ഭഗവാൻ തൽക്ഷണം മിന്നൽ പിണർ വേഗത്തിൽ തൻ്റെ രഥത്തിൽ ചാടിക്കയറി ശിശുപാല രഥത്തിനടുത്തെത്തി. മഹർഷികളും മഹീസുരന്മാരും മായാമയനെ വാഴ്ത്തിക്കൊണ്ട് നൃത്തം ചെയ്തു. സ്തുതിഗീതങ്ങൾ സർവകണ്ഠങ്ങളിൽ നിന്നും ഉയർന്നു. പാഞ്ചജന്യം നഭസ്സിനെ ഭേദിക്കുമാറ് അത്യുച്ചത്തിൽ മുഴങ്ങി. ശിശുപാലനും ഹൃഷീകേശനും തമ്മിൽ ഉഗ്രസമരത്തിനൊരുങ്ങുന്നു എന്ന് കണ്ട് അർജുനൻ ഗാന്ധീവ ധനുസ് കയ്യിലെടുത്ത് കുലച്ചു. ഭീമൻ ഗദയെടുത്തു പിടിച്ചു. നകുല സഹദേവന്മാർ ഖഡ്ഗപാണികളായി നിന്നു. യാഗപീഠത്തിൽ അർദ്ധപ്രജ്ഞയായിരുന്ന യജ്ഞസേനിയുടെ നികടത്തിൽ സഹായാർത്ഥം സഹോദരനായ ദൃഷ്ടദ്യുമ്നൻ ആയുധസമേതം വന്ന് നിലയുറപ്പിച്ചു. സ്ത്രീജനങ്ങളുടെ ഇടയിൽ നിന്നും വീരാംഗനകളായ ഭാമയും സുഭദ്രയും നിർഭയം മുമ്പോട്ടെടുത്തു. ശിശുപാലന്റെ ബന്ധുരാജാക്കന്മാരും ആയോധനത്തിന് സന്നദ്ധരായി ആയുധങ്ങൾ ധരിച്ചു. ഈ സമയം ഒരു സമരം നടന്നാൽ അത് ധർമ്മപുത്രരുടെ യാഗത്തിന് കളങ്കമുണ്ടാക്കും. അതുകൂടാതെ ശിശുപാലനെ വധിക്കണമെന്ന് കരുതി കന്മഷാരിയായ ചിന്മയൻ തൻ്റെ സുദർശനമെടുത്തെറിഞ്ഞ് ചേതിപന്റെ കണ്ഠം ഛേദിച്ചു. തത്സമയം അവൻ്റെ തലയറ്റ ഉടൽ ഊഴിയിൽ വീഴുകയും
ഒരു നവ്യപ്രകാശത്തോടെ ആത്മാവ് വൈകുണ്ഠപദം പ്രാപിക്കുകയും ചെയ്തു. ശിശുപാലവധം കണ്ട് വൈരാഗ്യത്തോടെ അവന്റെ സഖികളായ ചില ഭൂപതികൾ സങ്കരത്തിന് ഒരുങ്ങിയെങ്കിലും ഭയസംഭ്രമത്തോടെ അവർ ഇന്ദ്രപ്രസ്ഥം വിട്ടോടി തങ്ങളുടെ രാജ്യത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു. ശിശുപാലന്റെ മൃതശരീരം സർവവിധ രാജപദവികളോടും കൂടി ചേതിരാജ്യത്തിലേക്ക് അയക്കാനും അവന്റെ നന്ദനന്മാരെ കൊണ്ട് ശേഷക്രിയാദി പിതൃകർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ വിധം നടത്താനും കൃഷ്ണൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അനന്തരം യാഗഹോത്രികൾക്കും പരികർമ്മികൾക്കും അതിന് സഹായിച്ച ഋഷികൾക്കും നാരദൻ, വസിഷ്ഠൻ, കശ്യപൻ, കണ്വൻ, ധൗമ്യൻ, ഭരദ്വാജൻ, വ്യാസൻ, പരാശരൻ തുടങ്ങിയ മുനി പൊങ്കുവന്മാർക്കും ആരണ ശ്രേഷ്ഠന്മാർക്കും മുനി ശിഷ്യഗണങ്ങൾക്കും ദക്ഷിണകളും ദാനങ്ങളും നൽകി ബന്ധുമിത്രാദികളോടൊരുമിച്ച് അവഭൃത സ്നാനവും കഴിച്ച് യുധിഷ്ഠിരൻ മഹത്തായ രാജസൂയയജ്ഞം മംഗളമായി അവസാനിപ്പിച്ചു. യാഗകാലമായ 34 മാസവും സാധുക്കൾക്ക് അന്നദാനം, ദ്രവ്യദാനം, വസ്ത്രദാനം എന്നിവ നൽകി അവരെയും അദ്ദേഹം സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. യാത്രാവസരത്തിൽ മഹർഷികൾ ധർമ്മപുത്രരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മഹാത്മൻ, അങ്ങ് നടത്തിയ ഈ രാജസൂയ യജ്ഞം പോലെ ഒരു മഹായാഗം ഇതേവരെ ആരും നടത്തിയിട്ടില്ല. അങ്ങ് സർവോത്കൃഷ്ടനായി ഭവിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ വിനയപൂർവ്വം തൊഴുതുകൊണ്ടുര ചെയ്തു, മഹർഷീശ്വരന്മാരെ, എല്ലാം ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് നടന്നു എന്നല്ലാതെ മറ്റൊന്നും അടിയന് പറയാനില്ല. അകലത്തിൽ നിന്നിരുന്ന ചിന്താമരക്കണ്ണനെ നോക്കി മുനീശ്വരന്മാർ കുറെ നേരം കൈകൂപ്പി നിന്ന് ധ്യാനിച്ചു. അതിഥികൾ ഓരോരുത്തരായി പിരിഞ്ഞു. രാമകൃഷ്ണന്മാരും പത്നിമാരും ദ്വാരകയിലേക്ക് തിരിച്ചു. ദ്വാരകയിൽ നിന്നും വന്നിരുന്ന മറ്റുള്ളവരെല്ലാം നേരത്തെ തന്നെ പോയി കഴിഞ്ഞിരുന്നു. ധർമ്മപുത്രരുടെ ശ്രേയസ്കരമായ ഐശ്വര്യവും പ്രതാപവും സർവജന സംപ്രീതിയും കണ്ട് ദുര്യോധനാദികൾക്ക് വലിയ അസൂയ തോന്നി. അതിനു പുറമെ മയനിർമ്മിതമായ ആ പുരം കണ്ട് അവർക്ക് സ്ഥലജല ഭ്രമം പോലും ഉണ്ടായി. സ്ഥലം കണ്ട് ജലമാണെന്നും ജലം കണ്ട് സ്ഥലമാണെന്നും ധരിച്ചു അവർ പല ഗോഷ്ഠികളും കാണിച്ചു. പാഞ്ചാലിയും ഭീമനും അത് കണ്ട് ചിരിച്ചുപോയി. അത് നാഗധ്വജന് വൈരാഗ്യമുണ്ടാകാൻ കാരണവുമായി. അപ്പോ ഈ രാജസൂയ മഹായജ്ഞത്തില് ശിശുപാലൻ വധിക്കപ്പെട്ട വൃത്താന്തം അവന്റെ സുഹൃത്തും ബന്ധുവുമായ സാല്വൻ എന്ന ഭൂപതി വീരൻ അറിഞ്ഞു. കൃഷ്ണനോട് പണ്ടേ വൈരാഗ്യവും വിദ്വേഷവും ഉള്ളവനായിരുന്നു അവൻ. തന്റെ ശത്രുവായ ശാർഗപാണി മിത്രമായ ശിശുപാലനെ വധിച്ചെന്ന് കേട്ടപ്പോൾ അവന്റെ വൈരാഗ്യം ശതഗുണമായി വർദ്ധിച്ചു. ഇനി ആ കൃഷ്ണനെ ഭൂമുഖത്ത് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവനെയും അവന്റെ വംശത്തെയും ഏതു വിധവും ഉന്മൂലനാശം വരുത്തിയിട്ട് തന്നെ കാര്യം. ഇങ്ങനെ ചിന്തിച്ച് ദൃഢപ്രതിജ്ഞയോടെ സാല്വൻ കാലാരിയെ തപം ചെയ്യുവാനായി കൈലാസ ശൈലത്തെ പ്രാപിച്ചു. ഏകാഗ്രമായ നിഷ്ഠയോടെ അവൻ തപസ്സും ആരംഭിച്ചു. അഗ്നിസമാനം കത്തിജ്വലിക്കുന്ന കൊടും വെയിലത്ത് ചുറ്റും ആളി കത്തിജ്വലിക്കുന്ന വഗ്നി വലയം സൃഷ്ടിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് അവൻ 1 വർഷം നിദ്രയും ആഹാരവും ജലപാനവും പൂർണ്ണമായി വെടിഞ്ഞ് കഠിന തപസ് ആചരിച്ചു. സാല്വന്റെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ടുള്ള കൊടും തപസ് കണ്ട് സന്തുഷ്ടനായി പഞ്ചബാണവൈരി കുന്നിൻ മകളും ഒരുമിച്ച് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നീ തപസ് മതിയാക്കൂ, എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. സാല്വൻ സർവേശ്വരനായ ശർവന്റെ ചരണാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്തവത്സല, ദേവാസുര ഗന്ധർവ കിം പുരുഷന്മാരാലോ മനുഷ്യരാലോ പക്ഷി മൃഗാദികളാലോ മനുഷ്യ നിർമ്മിതങ്ങളായ ആയുധങ്ങളാലോ അടിയൻ വധിക്കപ്പെടരുത്. അതിനു പുറമെ നോക്കിയാൽ ആർക്കും കാണാൻ പാടില്ലാത്തതും ആകാശത്തിൽ എവിടെയും സ്വച്ഛന്തം സഞ്ചരിക്കാവുന്നതുമായ ഒരു മായാവിമാനവും അടിയന് ലബ്ധമാകുവാൻ അനുഗ്രഹിക്കണം. സാല്വൻ ചോദിച്ച വരങ്ങൾ സാംബശിവൻ അവന് ദാനം ചെയ്തു. മയനാൽ നിർമ്മിതമായ ഒരു മായാവിമാനവും മാരവൈരി അവന് നൽകി. സാക്ഷാൽ ജഗത് കാരണ പുരുഷനായ ശ്രീകൃഷ്ണനാണ് അവന്റെ ശത്രുവെന്നും ആ മഹാശൈലത്തിൽ ചെന്ന് തലയടിച്ച് അവൻ സ്വയം നശിച്ചുകൊള്ളുമെന്നും ശൈലേശ്വരൻ ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. പാപികളുടെ ലക്ഷണമാണിത്. മറ്റൊരാളെ നശിപ്പിക്കുവാൻ വേണ്ടി കഠിന തപം ചെയ്ത് താൻ തന്നെ ആപത്തിൽ ആപതിക്കുന്നു.
വരം വാങ്ങി മതോന്മത്തനായി തന്നെ ജയിക്കാൻ ഇനി ലോകത്ത് ആരുമില്ലെന്നുള്ള അഹങ്കാരത്തോടെ സാൽവൻ സ്വന്തം രാജ്യത്തേക്ക് പുറപ്പെട്ടു. രാജധാനിയിൽ വന്നു കയറിയ ഉടനെ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരിക്കുകയാണെന്നും തിരിച്ചു വന്നിട്ടില്ലെന്നും സ്യാലന് അറിവ് കിട്ടി. ഇത് തന്നെ യുദ്ധത്തിന് തക്ക അവസരമെന്ന് കണ്ട അവൻ അപ്പോൾ തന്നെ തന്റെ വമ്പിച്ച അക്ഷൗഹിണി പടകളോടും മായാരഥത്തോടും കൂടി ദ്വാരകയെ വന്ന് പ്രതിരോധിച്ചു. ബലഭദ്രനും പ്രത്യുപ്നും കൂടി അവരോട് എതിർത്തു. അവരുടെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം സാല്വ സൈന്യത്തെ ഒട്ടുമുക്കാലും നശിപ്പിച്ചു. ശേഷിച്ച സൈന്യങ്ങൾ നാഥനില്ലാത്ത നാലിപ്പട പോലെ ചിഹ്ന ഭിന്നമായി പതറി. അക്ഷൗഹിണിയും പിന്തിരിഞ്ഞ് അപ്രത്യക്ഷമായി. ആ സമയം സാൽവൻ അവരെയെല്ലാം സ്വരൂപിച്ചു കൂട്ടി സമർത്ഥമായ തന്റെ നേതൃത്വത്തിൽ വീണ്ടും സമരം തുടർന്നു. അതോടൊപ്പം വിമാനത്തിൽ ആകാശയുദ്ധവും ആരംഭിച്ചു. ആ സമരത്തിൽ ഇരുപക്ഷക്കാർക്കും വളരെ ആൾനാശവും സംഭവിച്ചു. സാൽവന്റെ സായകമേറ്റ പ്രത്യുമ്നൻ മോഹാലസ്യപ്പെട്ട് രഥത്തിൽ വീണുപോയി. സാരഥി അത് കണ്ട് തേര് തിരിച്ച് പിന്നോട്ടോടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ മോഹാലസ്യ വിമുക്തനായി തീർന്ന കൃഷ്ണപുത്രൻ തേരാളിയോട് ചോദിച്ചു, ഹേ സൂത, യുദ്ധത്തിൽ തേര് പിന്തിരിച്ചോടിച്ചത് നമുക്ക് അപമാനകരമല്ലേ? നാം ഭീരുക്കളെന്ന് ചൊല്ലി അരാധികൾ നമ്മെ ആക്ഷേപിക്കുകയില്ലേ? നീ ചെയ്തത് നന്നായില്ല. യദുവംശത്തിൽ ആരെങ്കിലും സമരമധ്യേ പിന്തിരിഞ്ഞോടുന്നതായി നീ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് സ്യന്തനം ശത്രുക്കളുടെ മധ്യേ കൊണ്ടുചെന്നിട്ട് അവരുടെ മധ്യത്തിൽ നടുക്കായിട്ട് കൊണ്ടുചെന്ന് നിർത്താൻ ആവശ്യപ്പെട്ടു. അവൻ അച്ഛനില്ലാത്ത തക്കം നോക്കിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇവിടെ ഇല്ല എങ്കിലും അവനോട് ചെറുത്ത് നിൽക്കാൻ അച്ഛൻ്റെ മക്കൾ ഇവിടെ ഉണ്ടെന്ന് അവനെ ധരിപ്പിക്കണം. അപ്പോൾ അത് കേട്ട് സാരഥി ധൈര്യസമേതം രഥം ശത്രുക്കളുടെ നടുവിൽ കൊണ്ടുചെന്നങ്ങ് നിർത്തി. സാലുനും പ്രത്യുപ്നും തമ്മിൽ 27 ദിവസം അതിഘോരമായ പോരാട്ടം നടന്നു. ആ സമയം ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്ന ഇന്ദീവരാക്ഷൻ ചില ദുർനിമിത്തങ്ങൾ കാണുകയാൽ പെട്ടെന്ന് ധർമ്മപുത്രരോട് യാത്രയും ചൊല്ലി ദ്വാരകയിലേക്ക് തിരിച്ചു. രാജധാനിയിൽ വന്നപ്പോൾ അദ്ദേഹം കണ്ടത് സാല്വനും പ്രത്യുപ്നും തമ്മിൽ നടക്കുന്ന ഉഗ്ര സങ്കരമാണ്. പുത്രനെ പുറകോട്ട് മാറ്റി കൃഷ്ണൻ സാല്വനുമായി നേരിട്ടു. താൻ അന്വേഷിച്ചു വന്ന കള്ളൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടെ സാല്വൻ ഒരു വലിയ ഗദയെടുത്ത് ഗരുഡവാഹനന്റെ നേർക്കെറിഞ്ഞു. കൃഷ്ണൻ അത് തടുത്ത് തിലസദൃശ്യം തകർത്ത് ധൂളി സമാനം തെറിപ്പിച്ചു കളഞ്ഞു. അനന്തരം ഒരു ദിവ്യ സായകം അഭിമന്ത്രിച്ച് സാല്വന്റെ നേർക്കും തൊടുത്തുവിട്ടു. അത് ഖണ്ഡിച്ചുകൊണ്ട് സാല്വൻ ഒരു മായാവിശിഖത്താൽ വാസുദേവന്റെ വാമകരത്തിലിരുന്ന കൗമോദകം എന്ന ഗദയെ എയ്ത് താഴെ വീഴ്ത്തി. ഹേ യാദവ, അതിയോഗ്യനായിരുന്ന ശിശുപാലനെ നീ ചതിച്ചു കൊന്നു. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് നേരിട്ട് നിന്ന് അടരാടുക. അരനാഴിക കൊണ്ട് നിന്നെ ഞാൻ അന്തപുരത്തിലേക്ക് അയക്കാം. നിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇനി വാഴാൻ പോകുന്നവൻ ഈ സാല്വ ഭൂപതിയാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട് പ്രതിവചിച്ചു, ഹേ ലോകജേതാവേ, ഇന്ദ്രസിംഹാസനത്തിന് അർഹനായിട്ടുള്ള നിനക്ക് ദ്വാരകയിലെ നിസാര സിംഹാസനത്തിന്റെ ആവശ്യമെന്ത്? പിന്നെ ഒരു കാര്യം, അന്തകപുരത്തിലേക്ക് ഞാൻ പോകുമ്പോൾ കൂടെ നിന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ നരകത്തിൽ കിടക്കുന്നവർക്ക് ദാസ്യവേല ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് നീ യുദ്ധസമയത്ത് ആത്മപ്രശംസയൊന്നും നടത്താതെ യുദ്ധം ചെയ്യുക, ആയുധത്തിൽ കാണട്ടെ നിന്റെ ശൗര്യം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ നോക്കി നിൽക്കെ സാൽവൻ അപ്രത്യക്ഷനായി. മലമകൾ കാന്തൻ നൽകിയ മായാവിമാനത്തിൽ കയറിയവൻ മാനത്തിൽ മറഞ്ഞു. തത്സമയം ഒരു ബാലൻ നന്ദാത്മജന്റെ മുമ്പിൽ വന്ന് സങ്കടത്തോടെ ഉണർത്തിച്ചു, അന്തപുരത്തിൽ നിന്നും അവിടുത്തെ അമ്മ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. നിന്തിരുവടിയുടെ അച്ഛനെ സാൽവൻ ബന്ധിച്ചു കൊണ്ടുപോയി. അമ്മ കിടന്ന് തല്ലിയലച്ച് കരയുന്നു. അപ്പോൾ ബലഭദ്രൻ, പ്രത്യുപ്നൻ, സാമ്പൻ, സാത്വകി, ഉദ്ധവർ മുതലായ മഹാരഥന്മാരുടെ മധ്യത്തിൽ നിന്ന് പിതാവിനെ സ്വാല്യൻ ബന്ധിച്ചു കൊണ്ടുപോവുകയോ? അതിനാണോ അവൻ മറഞ്ഞത്? ഇതെങ്ങനെ വിശ്വസിക്കും എന്ന് ഭഗവാൻ അത്ഭുതപൂർവ്വം ചിന്തിച്ചു കൊണ്ട് നിൽക്കവേ അമ്പരത്തിലൊരു വാണി കേട്ട് അദ്ദേഹം മേൽപോട്ട് നോക്കി. അപ്പോൾ അവൻ പറയുകയാണ്, അപ്പോൾ തൻ്റെ താതനോടുകൂടി സാലൻ വിഹായസിൽ നിൽക്കുന്ന കണ്ടു. അപ്പോൾ പറയാണ്, എടാ കള്ള, നിന്റെ പിതാവിനെ ഞാനിപ്പോൾ ഈ നിമിഷം വധിക്കുന്നതാണ്. നീ കണ്ണു തുറച്ച് നോക്കി നിൽക്കുക. സ്വന്തം പിതാവിനെ മറ്റൊരുത്തൻ വധിക്കുന്നത് നിർലജ്ജനായി നോക്കി നിൽക്കുന്ന പുത്രനാണോടാ? എടാ ജലപ്രഭോ, നീ കണ്ണു തുറന്ന് കാണടാ എന്ന് പറഞ്ഞുകൊണ്ട് സാലുൻ തന്റെ വാളെടുത്ത് വസുദേവരെ വെട്ടി മുറിച്ച് താഴെയിട്ടു.
സർവജ്ഞനായ ഭഗവാൻ സ്തബ്ധനായി നിന്നുപോയി. അച്ഛൻ്റെ വെട്ടിമുറിക്കപ്പെട്ട മൃതഗാത്രം മുമ്പിൽ കിടന്ന് പിടയ്ക്കുന്നു. പെട്ടെന്ന് കൃഷ്ണന്റെ ഉൾക്കമലത്തിൽ ജ്ഞാനബോധമുദിച്ചു. വെറും മായ. അതോടുകൂടി ആ മൃതപിണ്ഡവും തിരോഭൂതമായി. ഭഗവാന്റെ തിരുവുടൽ ആകെ വിറച്ചു. നയനങ്ങൾ രുധിര വർണ്ണങ്ങളായി ഇങ്ങനെ വല്ലാതങ്ങ് ജ്വലിച്ചു. ആ സമയം സുദർശന ചക്രം യദുകുല തിലകന്റെ തൃക്കൈയിൽ വന്നമർന്നു. ഭഗവത് ചക്രം നഭസിലേക്ക് ഉയർന്ന് മായാ യവനികയാൽ മറഞ്ഞു നിന്നിരുന്ന സാല്വന്റെ കരാള കണ്ഠം മുറിച്ച് ഉടലും തലയും വേറെ വേറെയായി ദൂരെ തെറിപ്പിച്ചു. മൃത്യുഞ്ജയന്റെ വരമനുസരിച്ചു തന്നെ ആ ഖലൻ മൃത്യുവക്ത്രം പൂകി. ബാക്കി നമുക്ക് നാളെ പറയാം.